ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ആട് 3യുടെ കാര്യം മൂവിയുടെ കാര്യം പറയാനാണ്. നല്ല സിനിമയാണ് ആട് 3. ഞാൻ ഇന്നലെ ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമ 1ഉം 2ഉം ചെയ്ത് വെച്ചമാതിരി കോമഡി എൻ്റർടൈൻമെൻ്റാണ്. അത് നമ്മൾ റിയാക്ഷൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഈ സിനിമ കോമഡി തന്നെയായിരിക്കും. ട്രെയിലർ കണ്ടാൽ നമുക്ക് തന്നെ അറിയാമല്ലോ ഇതൊരു മറ്റേ കോമഡി എൻ്റർടൈൻമെൻറ്റാണ്. നല്ല കോമഡി ഉണ്ട് ഈ സിനിമയിൽ. മികച്ച കോമഡിയാണ്. 1ഉം 2ഉം ഉള്ള മാതിരി തന്നെ നല്ല ഒരു കോമഡിയാണ് ഇതിലും ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആടൊരു ഭീകരജീവിയാണെന്നാണ് ആദ്യത്തെ ഭാഗത്തിൻ്റെ പേര്. അപ്പോൾ ആ ഒരു സിനിമ ഒരു പൊട്ടിയൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു തോറ്റ സിനിമയാണ്. ആ ഒരു തോറ്റ സിനിമയാണ് ഇപ്പോൾ 2ാം ഭാഗം ഇറക്കി. 2ാം ഭാഗം 100% വിജയം തന്നെയായിരുന്നു 2ാം ഭാഗം നിലവിൽ ഇപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ 3ാം ഭാഗം ഏകദേശം വിജയത്തിൻ്റെ വക്കിലാണ്. ഈ സിനിമ 100 കോടി അടിക്കും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം 2 ദിവസത്തോണ്ട് ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 48 കോടിയാണ്. അപ്പോൾ അത് സിനിമയുടെ കളക്ഷൻ ഏകദേശം നന്നായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമയുടെ കഥകളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. കാരണം ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ ഒരു ഫാമിലി ആയിട്ട് തന്നെ നമുക്കിത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാം. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. തിയേറ്ററിൽ മിസ്സാക്കിയ ഈ കൊലം ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം കേട്ടോ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ. ജയസൂര്യാണെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും നല്ലൊരു റോളുണ്ട്. ശരിക്കും ഒരു വില്ലൻ റോൾ ആർക്കുമില്ല. അപ്പോൾ ഇതിൽ അഭിനയിച്ചവർക്കൊക്കെ നല്ലൊരു റോളുണ്ട്. ഇപ്പോൾ സാത്താൻ സവീറിനായാലും ഷാജി പാപ്പനായാലും എല്ലാവർക്കും ഇതിൽ നല്ലൊരു പാട്ടുകളും റോളുകളും എല്ലാവർക്കും ഉണ്ട്. പബുവിനും എല്ലാവർക്കും. അപ്പോൾ ഇതൊരു മികച്ച സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇപ്പോഴും വൈകിട്ടില്ല. തിയേറ്ററിൽ ഇപ്പോഴും ഉണ്ട് ഈ സിനിമ. ഈ സിനിമ ഒരു 50 ദിവസമെങ്കിലും മാക്സിമം ഓടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ സിനിമ പോയി കണ്ട് ഈ സിനിമയുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.